അത് മതേതര വിരുദ്ധമാണ്. അപ്പോൾ കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ 1976 മുതൽ മതേതരത്വം ഉണ്ട്. ഒരു മതേതര സർക്കാരാണ്. ഒരു മതേതര സർക്കാർ മതസ്ഥാപനം ഭരിക്കുക എന്നുള്ളത് ഭരണഘടനാ തത്വങ്ങൾക്കും മൂല്യങ്ങൾക്കും എതിരാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ മാത്രം സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകുന്നു, പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ട് നടന്നു പോകുന്നു? കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്, മതപാഠശാലകൾ സജീവമാക്കണം, അതിന് അനുവദിക്കുന്ന ഫണ്ട് പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കണമെന്നും അത് വകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്നും ഈ കഴിഞ്ഞ 2 മാസം മുമ്പാണ് വിധി വന്നത് കേരള ഹൈക്കോടതി. ഈ 50 ലക്ഷം അയ്യപ്പന്മാർ ശബരിമലയിൽ വരുന്ന സമയത്ത് ആ ശബരിമല അയ്യപ്പന്മാരുടെ കയ്യിൽ നിന്ന് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരുന്ന നികുതി ഇനത്തിൽ വരുന്ന പണം എത്രയാണ്? ഒന്ന് പറയാൻ തയ്യാറുണ്ടോ? സർക്കാർ പറയണ്ടേ? അങ്ങോട്ട് കൊടുത്തതിനെ കുറിച്ച് പറയുമ്പോൾ ഈ ക്ഷേത്രങ്ങൾ വഴി സർക്കാരിലേക്ക് കിട്ടുന്ന നികുതി പണം എത്രയുണ്ടെന്ന് പറയാനുള്ള ധാർമ്മികത സർക്കാർ കാണിക്കട്ടെ. ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്ന ട്രേഡ് യൂണിയൻ, അത് ഇപ്പോൾ നമ്മുടെ പാളയം മാർക്കറ്റിലെ ട്രേഡ് യൂണിയനേക്കാൾ വലിയ രീതിയിലാണ് ട്രേഡ് യൂണിയൻ നിൽക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ ട്രേഡ് യൂണിയൻ്റെ അംഗീകാരം ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കട്ടെ അദ്ദേഹം. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഭക്തിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ നിയമനത്തിനുള്ള ഒരു വലിയ ആലയങ്ങളായി മാറി. ഒരുപാട് ക്ഷേത്രങ്ങളിൽ പൊളിറ്റിക്കൽ നിയമനമുണ്ട്. ദേവസ്വം ബോർഡിൽ, മലബാർ ദേവസ്വം ബോർഡിലും കൊച്ചി ദേവസ്വം ബോർഡിലും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലൊക്കെ പൊളിറ്റിക്കൽ നിയമനങ്ങളാണ് നടക്കുന്നത് കാലങ്ങളായിട്ട്. ഈ വിശ്വാസികൾ, ഒട്ടും വിശ്വാസമില്ലാത്ത ആളുകളും ഇതിൻ്റെയൊക്കെ ചെയർമാനായിട്ട് വരുന്നു, അല്ലെങ്കിൽ അംഗങ്ങളൊക്കെ ആയി വരുന്നു. ഇതിലെന്ത് ഈ ഹിന്ദു ഐക്യവേദിക്ക് എങ്ങനെ ഇതിൽ ഇടപെടാൻ പറ്റും? നോക്കൂ, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് 1950 മുതൽ തുടർന്ന് വന്നിട്ടുള്ള ദേവസ്വം ബോർഡ് സംവിധാനം. ആ ദേവസ്വം ബോർഡിൽ പിന്നീട് നമ്മുടെ ജനായത്ത സമ്പ്രദായം 1956 മുതൽ കേരളം എന്നുള്ള നിലയ്ക്ക് വരികയും അങ്ങനെ ഐക്യ കേരളം ആയിട്ടുള്ള രീതിയിൽ വരികയും ഒക്കെ ചെയ്തതിന് ശേഷം ദേവസ്വം ബോർഡുകളുടെ ഭരണ സംവിധാനങ്ങളിലൊക്കെ അന്ന് രാജപ്രമുഖന്മാർ ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നീട് മന്ത്രിമാർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരും MLA മാർ, ഹിന്ദു MLA മാർ വോട്ട് ചെയ്ത് വരുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള നിയമങ്ങൾ പരിഷ്കരണങ്ങളിലൂടെ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. നമുക്കിതിനെ ചോദ്യം ചെയ്യാൻ നിയമപരമായിട്ടാണ് ചോദ്യം ചെയ്യാൻ പറ്റുക. മറ്റൊന്ന് ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്തിയിട്ടാണ്, ജനകീയമായിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിലൂടെയാണ്. നമ്മുടെ കേസ് നമ്മൾ കേരള ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തതാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ദേവസ്വം ബോർഡ് സംവിധാനം 1950 വന്നു. 1949 നമ്മുടെ കവനന്റിൽ ഒപ്പിടുന്നതും ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെടുന്നതും. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 നവംബറിലാണ്. അതിന് മുന്നേ വന്ന നിയമമാണ്. അത് മതേതര വിരുദ്ധമാണ്. അപ്പോൾ കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ 1976 മുതൽ മതേതരത്വം ഉണ്ട്. ഒരു മതേതര സർക്കാരാണ്. ഒരു മതേതര സർക്കാർ മതസ്ഥാപനം ഭരിക്കുക എന്നുള്ളത് ഭരണഘടനാ തത്വങ്ങൾക്കും മൂല്യങ്ങൾക്കും എതിരാണ്. അത് ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായതാണ് ഈ സംവിധാനം. അപ്പോൾ പൊളിച്ചെഴുത്ത് ആവശ്യം, അതൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ഈ ഒരു വാദഗതി മുന്നോട്ട് വെച്ചിട്ട് കേരള ഹൈക്കോടതി പോയി. അപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയിട്ടുള്ള കവനന്റും മറ്റുമൊക്കെയാണത്, നിങ്ങൾ മേൽക്കോടതി പോകണം. സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതിയിൽ ആ കേസ് കിടക്കാൻ തുടങ്ങിയിട്ട് 7 വർഷത്തിക്കുള്ളായി. ഇത് അടിയന്തര പ്രാധാന്യമുള്ള കേസല്ല. ക്ഷേത്രം എങ്ങനെ വേണമെങ്കിലും മുടിഞ്ഞു പോയിക്കോട്ടെ, സുപ്രീം കോടതിയിൽ ഇരിക്കുന്നവർക്ക് എന്താ? അടിയന്തര പ്രാധാന്യമുള്ള കേസാണെങ്കിൽ രാത്രിക്ക് രാത്രി ജഡ്ജിമാർ കൂടിയിട്ട് ജാമ്യം കൊടുക്കാനും ഓരോരൊക്കെ നമ്മൾ തീസ്ഥാസത്തിൽ അതിൻ്റെ കേസിലൊക്കെ കണ്ടതാ. ആകാശം ഇടിഞ്ഞു വീഴുന്ന കേസായിരുന്നല്ലോ അത്. പക്ഷെ ഇത് അടിയന്തര പ്രാധാന്യമുള്ള കേസല്ല. അതുകൊണ്ട് ഇപ്പോൾ പല കോടതികളായിട്ടും അതിനനുകൂലമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കോടതി വിധികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വളരെ ഗൗരവമായിട്ട് ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ മാത്രം സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകുന്നു, പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ട് നടന്നു പോകുന്നു? ഇത് ഞങ്ങൾ എത്രയോ കാലമായിട്ട് കേരളത്തിൽ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയമുക്തമാക്കണം എന്നുള്ള ആവശ്യം വെച്ചുകൊണ്ട് നമ്മൾ സമരപരിപാടികൾ നടത്തുന്നു, ഒരുപാട് പ്രചരണ പരിപാടികൾ നടത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടു, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് എന്തെല്ലാം വിവാദങ്ങളുണ്ടായി. ക്ഷേത്രങ്ങൾ പാർട്ടിയുടെ പ്രചരണോപാധികളായിട്ട് മാറി. നമ്മൾ കണ്ടു, ബലികുടീരങ്ങളെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടൊക്കെ ക്ഷേത്ര ഉത്സവങ്ങളിൽ വന്ന് പാടുന്നു. ക്ഷേത്ര ഉത്സവങ്ങളിൽ പാർട്ടിയുടെ പതാക പറക്കുന്നു. ഒരു ഭാഗത്ത് അങ്ങനെ ചെയ്യും, മറുഭാഗത്ത് ഭക്തജന സംഘടനകളെ പൂർണ്ണമായും ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം. നോക്കൂ, 1950 മന്നത്ത് പത്മനാഭനും R ശങ്കറുമാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്. മന്നത്ത് പത്മനാഭനാണ് പ്രസിഡന്റ്, R ശങ്കർ മെമ്പറാണ്. അവർ ചാർജ് എടുത്ത സമയത്ത് അവർ തീരുമാനിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, എല്ലാ ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് മതപാഠശാലകൾ സജീവമാവണം. ആ മതപാഠശാലകൾ സജീവമാക്കിക്കൊണ്ട് അവർ വലിയ തോതിൽ
ഒരു മുന്നേറ്റം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കിടയിൽ ഒരു ആത്മീയ ഉണർവും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു ആധ്യാത്മിക പ്രസ്ഥാനവും ഒക്കെ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിന് അവർക്ക് ശേഷം വന്ന ആളുകൾ യഥാർത്ഥത്തിൽ എല്ലാവരും പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടാണ്. അവരെ ഈ മതപാഠശാലകൾ നിർത്തലാക്കി. കേരളത്തിലെ ഇപ്പോൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ അപൂർവം ക്ഷേത്രങ്ങളിലാണ് ഈ മതപാഠശാല. കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്, മതപാഠശാലകൾ സജീവമാക്കണം, അതിന് അനുവദിക്കുന്ന ഫണ്ട് പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കണമെന്നും അത് വകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്നും ഈ കഴിഞ്ഞ 2 മാസം മുമ്പാണ് വിധി വന്നത് കേരള ഹൈക്കോടതി. ദേവസ്വം ബോർഡിന്റെ ബഡ്ജറ്റിൽ മതപാഠശാലകൾക്ക് വേണ്ടി നിശ്ചയിക്കുന്ന പണം ഇതിനു മുൻപ് ഇക്കാലം അത്രയും അത് വകമാറ്റി ചെലവഴിക്കുകയായിരുന്നു പതിവ്. ചോദിക്കാൻ ആളില്ല, ആര് കേൾക്കാൻ? ഇത് ചോദിക്കേണ്ട ആളുകൾ എന്നുള്ളത് ദേവസ്വം ബോർഡാണ്. ഇപ്പൊ ഞാൻ വേറെ പറയും, ഇപ്പൊ മതപാഠശാലകളുടെ കാര്യം മാത്രമല്ല, ദേവസ്വം ബോർഡിന് സർക്കാർ വർഷാവർഷം ഒരു ആന്യൂറ്റി കൊടുക്കുന്നുണ്ട്. 1 കോടി കണ്ണാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഈ ആന്യൂറ്റി സർക്കാർ ഔദാര്യം പോലെ കൊടുക്കുക. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ട സമയത്ത് പറഞ്ഞു, നിങ്ങൾ അന്ന് പ്രശാന്താണ് പ്രസിഡന്റ്, ഇപ്പൊ ജയകുമാറിനല്ല, നിങ്ങൾ എന്താ ഇതൊരു ഔദാര്യമായിട്ട് തരുന്ന പോലെ സർക്കാരിനോട് മേടിക്കുന്നത്? ഈ ആന്യൂറ്റിയുടെ പശ്ചാത്തലം എന്താ? എങ്ങനെയാണ് സർക്കാർ ഈ ആന്യൂറ്റി കൊടുക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. ആർട്ടിക്കിൾ 290A എന്ന് പറയുന്നത് സർക്കാരിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്ന്, ഗവൺമെന്റിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്ന് വർഷാവർഷം ഇത്ര ലക്ഷം രൂപ, അന്ന് 45 ലക്ഷം രൂപയായിരുന്നു, പിന്നീട് വർദ്ധിച്ച് 1 കോടിയായി, കൊടുക്കണം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ ഭരണഘടന അങ്ങനെ വരാൻ കാരണം? ഇന്ത്യൻ ഭരണഘടനയിൽ വേറെ ആർക്കും ഇതുപോലെ കൊടുക്കണം എന്ന് ചോദിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലോ ഏതെങ്കിലും മുസ്ലിം സ്ഥാപനത്തിന് കൊടുക്കണം, കേരളത്തിലെ ദേവസ്വം ബോർഡിന് കൊടുക്കണം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ വരാൻ കാരണം? എന്താ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം എന്താ? ക്ഷേത്ര സ്വത്തുക്കൾ സർക്കാരിന്റെ ഭാഗമായിട്ട് മാറിയതിന്റെ നഷ്ടപരിഹാരമായിട്ടാണത്. 1811 സംഭവിച്ചതാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 2026 എന്ന് വെച്ചാൽ 200 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നിൽക്കുമ്പോൾ അന്ന് ഏറ്റെടുത്ത ഭൂമിയുടെയും അന്ന് ക്ഷേത്രങ്ങളുടെ സമ്പത്ത് ഏറ്റെടുത്തതിന്റെ നഷ്ടപരിഹാരമായിട്ട് ഇപ്പോൾ 1 കോടിയാണോ കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 500 കോടി രൂപ വർഷം തരണം എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. എന്തുകൊണ്ട് നിങ്ങളത് ആവശ്യപ്പെടുന്നില്ല? എന്നിട്ട് ഇവര് തന്നെ പറയുന്നു, ഞങ്ങളെ സർക്കാർ സഹായിക്കുന്നു, ഞങ്ങളെ സർക്കാരാണ് സഹായിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം പറയാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ഈ ശബരിമല ഇത് നടന്ന സമയത്തും ഒക്കെ ഓരോ വർഷവും ഞങ്ങൾ കൊടുത്ത ഈ അയ്യപ്പ സംഘം നടന്നപ്പോൾ പറഞ്ഞു, സർക്കാർ ദേവസ്വം ബോർഡിന് കൊടുത്ത കണക്ക് അവതരിപ്പിച്ചുകൊണ്ട്, ഇത് സർക്കാർ ഔദാര്യം കൊടുക്കേണ്ടെന്ന് ക്ഷേത്രങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് സമ്പത്ത് സർക്കാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ആ വരുമാനം എത്രയാണ് അതിന്റെ സമ്പത്തിന്റെ തോതനുസരിച്ചിട്ടുള്ള അന്യൂറ്റി കൊടുക്കണ്ടേ, വർദ്ധിപ്പിക്കണ്ടേ കാലാനുസൃതം. എന്നിട്ട് 1 കോടി രൂപ കൊടുക്കുക, പിച്ചക്കാശ് കൊടുക്കുന്ന പോലെ, എന്നിട്ട് ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുക. ഞാൻ പറയട്ടെ, ഈ ക്ഷേത്രങ്ങൾക്ക് പണം കൊടുക്കുന്നു എന്ന് സർക്കാർ പറയുന്നു, ക്ഷേത്രങ്ങൾ വഴി സർക്കാരിന് എത്ര പണം കിട്ടുന്നു എന്ന് എപ്പോഴെങ്കിലും പറയാറുണ്ടോ? ക്ഷേത്രങ്ങൾ വഴി സർക്കാരിന്റെ ഖജനാവിലേക്ക് എന്ത് പണം കിട്ടുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും പറയാറുണ്ടോ? ഇവർക്ക് ധൈര്യമുണ്ടോ ഒരു ധവളപത്രം ഇറക്കാൻ? ഞാനിത് വേറെ ഒന്നുമല്ല പറയുന്നത്. ഇപ്പൊ ശബരിമല സീസൺ 10-50 ലക്ഷം അയ്യപ്പന്മാർ വരുന്നു എന്നാണല്ലോ കണക്ക്. ഞാൻ 50 ലക്ഷം കണക്കാക്കുന്നു, കൂടുതൽ വേണ്ട. ഈ 50 ലക്ഷം അയ്യപ്പന്മാർ ശബരിമലയിൽ വരുന്ന സമയത്ത് ആ ശബരിമല അയ്യപ്പന്മാരുടെ കയ്യിൽ നിന്ന് സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്ന നികുതി ഇനത്തിൽ വരുന്ന പണം എത്രയാണ്? ഒന്ന് പറയാൻ തയ്യാറുണ്ടോ? സർക്കാർ പറയണ്ടേ? അങ്ങോട്ട് കൊടുത്തതിനെ കുറിച്ച് പറയുമ്പോൾ ഈ ക്ഷേത്രങ്ങൾ വഴി സർക്കാരിലേക്ക് കിട്ടുന്ന നികുതി പണം എത്രയുണ്ടെന്ന് പറയാനുള്ള ധാർമ്മികത സർക്കാർ കാണിക്കണ്ടേ? എന്തുകൊണ്ടാണ് കാണിക്കാത്തത്? ജി സുധാകരൻ ഒരിക്കൽ അത് പറഞ്ഞു, അദ്ദേഹം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 10,000 കോടി രൂപയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. 10,000-ഓ 5,000-ഓ ആവട്ടെ, അന്ന് വേണ്ട. നമുക്ക് ജി സുധാകരൻ അത് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാണെന്ന് വിചാരിക്കും. 5,000 കോടി കിട്ടുന്നുണ്ടോ? ഇവിടെ സർക്കാർ 6 വർഷം കൊണ്ട് 700 കോടി രൂപ കൊടുത്തതിന്റെ കണക്കാണ് ഉന്നയിക്കുന്നത്. ഭക്തജനങ്ങളെ, നാട്ടുകാരെ മുഴുവൻ ഈ ഭരണകൂടങ്ങൾ മുഴുവൻ വഞ്ചിക്കുകയല്ലേ? ഹിന്ദുക്കളെന്തോ, ഹിന്ദു വിശ്വാസികളെന്തോ ഇവരുടെ ഔദാര്യത്തിൽ കഴിയുകയാണ്, ക്ഷേത്ര വിശ്വാസികൾ ഇവരുടെ ഔദാര്യത്തിൽ കഴിയുകയാണ് എന്ന് നാണം കെട്ട രീതിയിൽ വിശ്വാസികൾ അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടുത്തെ വിശ്വാസികൾ ധൈര്യത്തോടെ പറയുകയാണ്, നിങ്ങളുടെ 10 പൈസ ഞങ്ങൾക്ക് വേണ്ട, സർക്കാരിന്റെ 10 പൈസ ക്ഷേത്രങ്ങൾക്ക് വേണ്ട, ക്ഷേത്രങ്ങളുടെ ഭൂമി ഏറ്റെടുത്തതിന് നഷ്ടപരിഹാരമായി നിങ്ങൾ കൊടുക്കേണ്ട പണം കൊടുക്ക്. ഇവിടെ ഇപ്പോ ബിലീവേഴ്സ് ചർച്ചിന്റെ ഭൂമി, അതായത് എരുമേലി വിമാനത്താവളത്തിന്റെ ഭൂമി 2500 ഏക്കർ ഭൂമി ആരുടെ ഭൂമിയാണ്? പശ്ചിമ ദേവസ്വത്തിന്റെ ഭൂമി. പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആ കേസ് ഇനിഷ്യേറ്റ് ചെയ്ത് വന്നതാ. പശ്ചിമ ദേവസ്വത്തിന്റെ ഭൂമി ആണ് അതിനകത്ത് കിടക്കുന്ന പകുതിയിലേറെ ഭൂമി എന്ന് പഴയ സെറ്റിൽമെന്റ് രജിസ്റ്ററിലുണ്ട്. ദേവസ്വത്തിന് ധൈര്യമുണ്ടോ ആ ഭൂമിക്ക് വേണ്ടി അവകാശം ഉന്നയിക്കാൻ?
ഉന്നയിക്കില്ല. കാരണം അവർക്ക് രാഷ്ട്രീയ താല്പര്യമാണ്. അല്ല, അതേ സെയിം ഭൂമിയാണ് സർക്കാർ കൊണ്ട് വില കൊടുത്ത് മേടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് വില കൊടുത്ത് മേടിക്കുന്നു. അത് അവർ തമ്മിലുള്ള ഒത്തുകളി. അതായത് അത് മറ്റേ നമ്മുടെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി, പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി, രാജമാണിക്യം കമ്മീഷൻ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ ഭൂമി, ആ ഭൂമി വിലക്ക് മേടിക്കുന്നു ബിലീവേഴ്സ് ചർച്ച്, അവരുടെ കയ്യിൽ നിന്ന് സർക്കാർ മേടിക്കുന്നു. നല്ല അടിപൊളി കച്ചവടമാണ്. വേറെ റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് മാഫിയ. കള്ളത്തരം കൊണ്ട് ക്ഷേത്രങ്ങളെ മുടിപ്പിക്കാൻ വേണ്ടി പിറന്ന മുടിയനായ പുത്രന്മാരാണ് യഥാർത്ഥത്തിൽ ഈ ഭരണകൂടത്തിൽ നിലനിൽക്കുന്നത്. ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി ഈ സർക്കാരിന്റെ തടവറയിൽ നിന്ന് ക്ഷേത്രങ്ങൾ മോചിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് രക്ഷയുണ്ടാവുള്ളൂ. സർക്കാർ തടവറയിലാണ്, സർക്കാരിന്റെ ജയിലിൽ കിടക്കുകയാണ് ഹിന്ദുവിന്റെ ദൈവങ്ങൾ. അതിന് മോചനം കിട്ടണം. അതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഈ ക്ഷേത്രം പോലെ തന്നെ ഈ കേരളത്തിൽ നിരവധി കാവുകൾ അന്യാധീനപ്പെട്ടു വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സമരം നടക്കുന്നുണ്ട് അവിടെ കിഴക്കമ്പലത്തിനടുത്ത്. അവിടെയും യഥാർത്ഥത്തിൽ അത് കാവായിരുന്നു, പേരിൽ തന്നെ കാവുണ്ട്. ആ കാവും യഥാർത്ഥത്തിൽ അന്യാധീനപ്പെട്ടു പോയാന്ന്, കാവായിരുന്നു എന്നും അവിടെ ഇപ്പോഴും വെച്ചാരാധനയൊക്കെ ഉണ്ട് എന്നാണ് എനിക്കറിയാവുന്നത്. അവിടെ കാവുണ്ട്, അവിടെ ഒരു വെച്ചാരാധന നടത്തുന്നുണ്ട്. ആ വിഷയമൊക്കെ സമയാസമയത്തിൽ ഇടപെട്ട് തീർക്കാത്തതിൻ്റെ കാരണം പട്ടികജാതിക്കാരായിട്ടുള്ള ആൾക്കാരാണ്. പട്ടികജാതി MLA ആണ് അവിടെ. ആ കുന്നത്തുനാട് MLA എന്ന് പറഞ്ഞാൽ പട്ടികജാതി MLA ആണ്. പട്ടികജാതിക്കാരുടെ വിഷയം കേരളത്തിൽ ഉന്നയിക്കാത്ത ആരാന്ന് ചോദിച്ചാൽ പട്ടികജാതി MLA മാരാ. 16 പേര് നിയമസഭയിൽ പോയിട്ട് പട്ടികജാതിക്കാർക്ക് നയാ പൈസയുടെ യാതൊരു ഗുണവും അവർക്ക് കിട്ടാത്തത് ഈ MLA മാരെ കൊണ്ടാണ്. ഒരു വിഷയം അവരുന്നയിക്കില്ല. പട്ടികജാതിക്കാരെ സംബന്ധിച്ച ഒരു വിഷയവും അവരുന്നയിക്കുന്നില്ല. ഈ വിഷയം ഒരു 30-40 വർഷമെങ്കിലായിട്ടും അവിടെ ഉണ്ട്. എന്തേ പട്ടികജാതി MLA മാർ അവിടെ? സജീന്ദ്രൻ MLA ആയിരുന്നു, പിന്നീട് ശ്രീനിജ MLA ആയി, ഇപ്പോൾ സജീന്ദ്രൻ MLA ആയി. അതിന് ആരാണ് ഏറ്റെടുത്തത്? കുന്നത്താട് ഹരിജൻ റിസർവേഷൻ മണ്ഡലമല്ലേ, SC റിസർവേഷൻ മണ്ഡലമല്ലേ? എന്താ ആരും പരിഹരിക്കാൻ ശ്രമിക്കാത്തത്? ഇപ്പോൾ അവരവിടെ നിന്ന് കുടിയിറക്കാൻ പോകുന്നു. അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ പക്ഷേ നമുക്ക് പരമോന്നത സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞൊരു കേസ്, ഹൈക്കോടതിയുടെ വിധി അന്തിമമായിട്ട് ഇപ്പം നിലനിൽക്കുന്ന ഒരു കേസിൽ നമുക്ക് പരിമിതിയുണ്ട്. ആ വിഷയത്തിൽ ഇടപെട്ട് എന്തെങ്കിലും പറയുന്നതിലൊരു പരിമിതിയുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് കാവുകൾ കേരളത്തിൽ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാനൊന്നും പല ശ്രമങ്ങളും ചില ശ്രമങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിന് കിട്ടിയ അത്രയും അറ്റൻഷൻ ഒരു സ്ഥലത്തും കാവുകൾക്ക് കിട്ടിയിട്ടില്ല. കാവുകൾ മിക്കവാറും ഈ ഒരു എത്നിക് വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ട്രൈബൽസ്, അല്ലെങ്കിൽ ഹിന്ദുക്കളിലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട ആളുകൾ, അവർക്ക് അവരുടെ വൈകാരികമായ വിശ്വാസങ്ങളും പൈതൃകവും പാരമ്പര്യമൊക്കെ ആയിട്ട് കെട്ടുപണഞ്ഞ് കിടക്കുന്നതാണ്. വലിയ വിശ്വാസമാണ് അവർക്ക് അതിനോട്. പക്ഷേ അത് സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് പലപ്പോഴും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഈ പട്ടികജാതി ക്ഷേമ വകുപ്പ് ഒക്കെ എന്ന് പറയുന്ന വകുപ്പുകളിവിടെ ഉണ്ടെങ്കിലും കാവ് സംരക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ ഗവൺമെൻറ് ചില പദ്ധതികളൊക്കെ മുന്നോട്ട് വച്ചിരുന്നു. കാവ്, ജലാശയം, കുളം ഒക്കെ സംരക്ഷിക്കുന്നതിന്. അതിനൊക്കെ അത്തരത്തിൽ ചില മൂവ്മെൻറ്റുകളൊക്കെ മുന്നോട്ട് വന്നെങ്കിലും അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുപോകാനായിട്ട് ആരും തയ്യാറായില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. പട്ടികജാതി സംഘടനകളും ആ നിലയ്ക്ക് പട്ടികവർഗ സംഘടനകൾക്കും അവരെയൊക്കെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി അവർ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. ഏതായാലും അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് കാവുകളുടെ വിഷയം. പ്രത്യേകിച്ച് കാവുകൾ മലബാർ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട്. ഈ വനവാസി കല്യാണിൻ്റെ ആളുമായിട്ട് ഞാൻ ഇത്തരത്തിലുള്ള വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞത്. അത് മലബാറിലാണ് ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത്. വലിയൊരു വിഷയം തന്നെയാണത്. ശരിക്കും പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ പോലും ഒരു കാവാണ്. അത് പിന്നീട് ക്ഷേത്രമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ നമ്മൾ നോക്കുമ്പോൾ ആ കാവിൻ്റെ അന്തരീക്ഷത്തിൽ അവിടെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ അവിടെ റൈറ്റ് ഉണ്ട്. അവരുടെ ഇപ്പോൾ ഭരണിയോ അല്ലെങ്കിൽ താലപ്പൊലിയോ ആയിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഇത്തരം ആളുകൾക്കാണ് അവിടെ റൈറ്റ് ഉള്ളത്. അവരാണ് അതിൻ്റെ. അപ്പോൾ അത് പിന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രമായി അതിന് വേറെ രീതിയിലേക്ക് ഉള്ളത് മാറുകയൊക്കെ ചെയ്തു. അവർ പുറത്താവുന്ന സ്ഥിതി വരെ ഒന്നുള്ള അന്തരീക്ഷത്തിലേക്ക് വരുന്നു എന്നുള്ളത്. അത് ഇത്തരം ആളുകൾ അവർ നമ്മുടെ പാരമ്പര്യത്തോടും സംസ്കാരത്തോടും ഒക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇടപഴകുന്ന മേഖലകളാണത്. അതിനെയൊക്കെ ഇല്ലാതാക്കി അവരെ വേരറ്റ ഒരു സമൂഹമാക്കി മാറ്റുന്ന ഒരു പ്രവണത ആസൂത്രിതമായിട്ട് ഇപ്പോൾ നടന്നു വരികയാണ്.
നിങ്ങളൊന്നും ഇതിന്റെ പിൻഗാമികളല്ല എന്നുള്ള രീതിയിൽ ആക്കിയെടുക്കുന്ന തരത്തിൽ നിങ്ങൾ ഈ ശരിക്കും ഉടമകളെ അതിഥികളെ പിന്നീട് കാഴ്ചക്കാരൊക്കെ ആക്കി മാറ്റുന്ന ഒരു രീതി ഇപ്പോൾ ഉണ്ട്. അതോടൊപ്പം തന്നെ അവരിൽ നിങ്ങൾ ഇതിന്റെ പിൻഗാമികളല്ല, നിങ്ങൾ ഇതിന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇതിനോട് പടവെട്ടേണ്ടവരാണ് എന്നുള്ള ഒരു നരേറ്റീവ് അവരുടെ ഉള്ളിൽ സൃഷ്ടിച്ചെടുക്കുകയാണ്. അത് ആസൂത്രിതമായിട്ട് നടന്നു വരുന്നുണ്ട്. ചില എന്താ പറയുക, അർബൻ നക്സൽ ജിഹാദി വിഭാഗങ്ങൾ ആ കാര്യത്തിൽ അവരുടെ ഇടയിൽ പ്രവർത്തിച്ച് അതിലേക്ക് അവരെ വലിച്ചഴിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ സാധ്യമല്ല. അവസാനമായിട്ട് ഒരു ചോദ്യം, അതായത് ഇപ്പം തീർച്ചയായും 10 വർഷക്കാലത്തുണ്ടായ നിരവധിയായ വിഷയങ്ങൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ശബരിമല തൊട്ട് പല സ്ഥലങ്ങളിലും ഇപ്പം ഭരണത്തിലൊരു മാറ്റം വന്നിരിക്കുന്നു. പ്രത്യേകിച്ചൊരു നേരത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ചുമതലക്കാരായി വന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരൊന്നും വിശ്വാസികളായിരുന്നില്ല. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ചുമതലക്കാരനായി വന്നിരിക്കുന്നത് യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാവുന്ന ഒരാളാണ്, വിശ്വാസിയാണ്. കെ മുരളീധരനാണ് ഇപ്പോൾ ദേവസ്വത്തിൻ്റെ ചുമതലക്കാരനായ മന്ത്രി. ഈ മന്ത്രിയിൽ ഹിന്ദു ഐക്യവേദിക്ക് വിശ്വാസമുണ്ടോ, അല്ലെങ്കിൽ മന്ത്രിയുടെ മുന്നിൽ വെക്കാൻ എന്താണ് നിങ്ങളുടെ ഒരു ചില വിഷയങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, ഒരു മന്ത്രിയിൽ വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ വിശ്വാസമില്ല എന്നൊക്കെ തുടക്കത്തിലെ പറയുന്നത് ഒരു മര്യാദയില്ലാത്തൊരു പ്രവർത്തനം പറച്ചിലായി പോകും. പക്ഷെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനേക്കാൾ മുന്നിലായിട്ട് അദ്ദേഹത്തിന് ക്ഷേത്രങ്ങളോടുള്ള ക്ഷേത്രങ്ങളുടെ വളർച്ചയിലും അല്ലെങ്കിൽ ക്ഷേത്ര താല്പര്യവും മുന്നിട്ട് നിന്നാൽ മാത്രമേ ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യം അതിൻ്റെ പുറകിൽ വരാൻ പാടുള്ളൂ. രാഷ്ട്രീയ താല്പര്യത്തിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം പെരുമാറിയാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ നോക്കൂ, മലബാർ ദേവസ്വം ബോർഡ് അങ്ങേയറ്റം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ദേവസ്വം ബോർഡാണ് മലബാർ ദേവസ്വം ബോർഡ്. മലബാർ ദേവസ്വം ബോർഡിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡ് പിടിച്ചെടുത്തിട്ടുണ്ട്, ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്നും നേരെ ചൊവ്വയല്ല നടക്കുന്നത്. പറശ്ശിനിക്കടവടക്കം അതിനുവേണ്ടി മുഴുവനായിട്ട് ദേവസ്വം ബോർഡ് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ട്രസ്റ്റിയും കണ്ട് പാരമ്പര്യ ട്രസ്റ്റികളും ഒക്കെ ഒഴിവാക്കാൻ പറ്റില്ല. ഈ സർക്കാർ അതിനോട് എങ്ങനെ നിലപാടെടുക്കുന്നു എന്നുള്ളതൊക്കെ ഞങ്ങൾ നോക്കി നിൽക്കുക. ആ ക്ഷേത്രങ്ങളൊക്കെ അതാത് ഭക്തജനങ്ങളെ ഏൽപ്പിക്കാൻ തയ്യാറുണ്ടോ? തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് എന്ന് വെച്ചാൽ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ ഈ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കുക എന്നുള്ളത്, അതിന് ആരെങ്കിലും ഒരു കടലാസിൽ ഒരു പരാതി കൊടുത്ത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പിടിച്ചടക്കാൻ വരുന്നത്. അത് നേരത്തെയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇപ്പോൾ ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം ഒരു വിഷയമില്ല. ആരോ ഒരാള് ഈ ക്ഷേത്രത്തോട് ദേഷ്യം വന്ന സമയത്ത് അവിടുത്തെ ഭരണസമിതിയായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ട്രസ്റ്റി ആയിട്ടോ ദേഷ്യം വരുന്നു, അയാൾ ഒരു കടലാസിൽ ഒരു അരപ്പേജ് കടലാസിൽ ഒരു പരാതി അയക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആക്ഷൻ എടുക്കുകയാണ്. അതാണ് അതിൻ്റെ മാനദണ്ഡം എങ്കിൽ ശബരിമല ദേവസ്വം ബോർഡ് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെ നമ്മൾ ഏറ്റെടുക്കണ്ടേ, ജനങ്ങൾ ഏറ്റെടുക്കണ്ടേ? ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ കേരളത്തിൽ മലബാറിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് ഈ ക്ഷേത്രങ്ങൾ തിരികെ ഏൽപ്പിക്കണം. ഇപ്പോൾ നോക്കൂ, ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ശബരിമലയുമായി ബന്ധപ്പെട്ട യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ വാർത്ത കണ്ടു. ക്രിമിനൽ സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കുക. എന്താ ഈ ക്രിമിനൽ സ്വഭാവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ആക്രമിച്ച അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ചതിനോ അല്ലെങ്കിൽ പോലീസിനെ ആക്രമിച്ചു എന്നുള്ള കേസുകളൊക്കെ ആയിരിക്കണം. അപ്പോൾ അത്തരം കേസുകൾ വിചാരണ ചെയ്തിട്ട് തന്നെ തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അത് അങ്ങനെ തന്നെ തീരട്ടെ. ബാക്കിയുള്ള കേസുകൾ ഇപ്പോഴും ആയിരക്കണക്കിന് കേസുകൾ നിൽക്കുകയാണ്. അത് പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഗതാർഹമായിട്ടുള്ള നടപടിയാണ്. അത് തീരുമാനിക്കട്ടെ. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ദേവസ്വം ബോർഡുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഹഡിൽ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്ന ട്രേഡ് യൂണിയൻസാണ്. ഞാൻ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളെ നേരിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് സംസാരിക്കേണ്ടി വന്ന സമയത്ത് ഞങ്ങൾ ചില നിവേദനങ്ങൾ കൊടുത്ത സമയത്ത് പറഞ്ഞു, അങ്ങേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ക്ഷേത്രത്തിൽ, ഈ ദേവസ്വം ബോർഡിൽ അങ്ങേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താ? ഞാൻ പറഞ്ഞു, അങ്ങേ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്ന ട്രേഡ് യൂണിയൻ അത് ഇപ്പോൾ നമ്മുടെ പാളയം മാർക്കറ്റിലെ ട്രേഡ് യൂണിയനേക്കാൾ വലിയ രീതിയിലാണ് ട്രേഡ് യൂണിയൻ നിൽക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ ട്രേഡ് യൂണിയൻ്റെ അംഗീകാരമില്ലാതെ ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കട്ടെ അദ്ദേഹം. എന്നെ കാണിച്ചാൽ മതി. ട്രേഡ് യൂണിയൻ്റെ അംഗീകാരമില്ലാതെ ഇപ്പം ഇനി നടക്കുമായിരിക്കും, കാരണം ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ശക്തി ക്ഷയിച്ചു. ട്രേഡ് യൂണിയൻ്റെ അംഗീകാരമില്ലാതെ സാധ്യമല്ല. അവരുടെ കാല് പിടിച്ചിട്ടാണ് ഈ മേജർ ക്ഷേത്രങ്ങളിലേക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ആകുക എന്ന് പറഞ്ഞാൽ ചില്ലറ തടയുന്ന കാര്യമാണ്. അവിടെയൊക്കെ ആവാൻ വേണ്ടി മത്സരമാണ്. അവിടെ
മേജർ ക്ഷേത്രങ്ങളിലെ മേൽശാന്തിയാവാൻ, മേജർ ക്ഷേത്രങ്ങളിലെ കഴകക്കാരനാവാൻ, മേജർ ക്ഷേത്രങ്ങളിലെ ജീവനക്കാരായിട്ട് വരാൻ മത്സരമാണ്. അതിന് ഈ ട്രേഡ് യൂണിയൻകാർക്ക് കാശ് കൊടുത്തും അല്ലാതെയും ഈ ട്രാൻസ്ഫർ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അഴിമതിയുടെ കൂത്തരങ്ങാണ്. അപ്പോൾ ഇതൊക്കെ ക്ഷേത്രങ്ങൾ നേരിടുന്ന വലിയ ഭീഷണിയാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും കെട്ടുകാര്യസ്ഥയും കൊണ്ട് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളും ഭരണ സംവിധാനവും. ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട്, അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കാണിക്കാമോ? അപ്ഡേറ്റ് ആയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലെന്ന് മാത്രമല്ല, ഓഡിറ്റ് ചെയ്ത ആ കണക്ക് ഇറഗുലാരിറ്റീസ് നിറഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടാണ്. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഇറഗുലാരിറ്റീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ള പീനലൈസ് ചെയ്തിട്ടുണ്ടോ ആളുകളെ? അവർക്കെതിരെ ശിക്ഷാ നടപടി എടുത്തിട്ടുണ്ടോ? അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ദേവസ്വം ബോർഡിൽ നിന്ന്? ഒന്നും സംഭവിക്കുന്നില്ല. ഇതങ്ങനെ ഈ നടന്നു പോവുകയാണ് ഓരോ വർഷവും. ഇപ്പൊ തന്നെ 5 വർഷം പുറകിലാണ് ഓഡിറ്റ് റിപ്പോർട്ട്. 21 വരെ 22 വരെയുള്ള ഓഡിറ്റേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ പോറ്റിമാർക്ക് ഇടപെടാൻ പറ്റുന്നത്. അതെ, പോറ്റിമാർക്ക് കയറുന്നത് അങ്ങനെയാണല്ലോ. ഞാനത് അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. കാരണം ഈ ഓഡിറ്റ് റിപ്പോർട്ടില്ല, കണക്കില്ല. ക്ഷേത്രങ്ങളുടെ ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിങ്ങൾക്കറിയാം, 971, 72 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രമാണ് അതിൻ്റെ ഇൻവെന്ററി ഉള്ളൂ. നിങ്ങൾ ഇന്നലെ കൊടുത്ത, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് കൊടുത്ത, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷം ഒരു പവന്റെ മോതിരം കൊടുത്തിട്ടുണ്ട്, ഒരു പവന്റെ മാല ദേവന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻവെന്ററി കാണില്ല. എന്ത് ഏർപ്പാടാണ്! 972 വരെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഇൻവെന്ററി ഉള്ളൂ. എത്ര സ്വർണ്ണമുണ്ട്, എത്ര കിണ്ടിയുണ്ട്, എത്ര ഉരുളിയുണ്ട്, കണക്കില്ല കൊച്ചിൻ ദേവസ്വം ബോർഡിൽ. അപ്പൊ പിന്നെ ആരെങ്കിലും അടിച്ചുകൊണ്ടായാലും ആളറിയില്ലല്ലോ. ഇല്ലല്ലോ, അതുകൊണ്ടാണല്ലോ അടിച്ചോണ്ട് പോണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോറ്റിമാർക്ക് കയറാൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിമാർക്ക് ഇത്തരം സ്ഥലങ്ങളിൽ കയറാനും അടിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസസ് കൃത്യമായി ഒരുക്കി വെച്ചു. ഇനി നമ്മൾ തീരുമാനിക്കണം, ഈ സംവിധാനം ഇതുപോലെ നിൽക്കണോ വേണോ? ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ട് ഭക്തജനങ്ങൾക്ക്, ക്ഷേത്രങ്ങൾക്ക് എന്ത് പ്രയോജനം? ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രേക്ഷകർ ഇപ്പോൾ ഇവിടെ തുടക്കം പറഞ്ഞ മാതിരി, എന്തുകൊണ്ട് ഈ ഇത്രയൊക്കെ സംഭവിക്കുന്നു പക്ഷെ ജനങ്ങൾക്ക് അനക്കമില്ല? അത് ആരോ പറഞ്ഞ മാതിരി കല്ലിന് കാറ്റ് പിടിച്ച മാതിരിയാണ്. ഒരു വികാരമില്ല. ഞാൻ കൊടുത്തത് കൊടുത്തു, അവസാനിച്ചു. പണ്ട് വി ആർ കൃഷ്ണയ്യർ അയ്യരസ്വാമി ചോറ്റാനിക്കരയിൽ 1 പവൻ വളയോ 1 പവൻ മാലയോ സമർപ്പിച്ചു. കൃഷ്ണയ്യരല്ല, നമ്മുടെ പരിപൂർണൻ സ്വാമി, ജസ്റ്റിസ് പരിപൂർണൻ, അദ്ദേഹം ജഡ്ജായിരുന്നു സ്വാമി. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ രജിസ്റ്റർ വരുത്തിച്ചു. ആ സാധനം അതിനകത്ത് ഇൻവെന്ററിയിൽ ഉണ്ടായിരുന്നില്ല. ജസ്റ്റിസ് സമർപ്പിച്ച സംഭവം. അപ്പം ഇതാണ്, ഇത്രയും കുത്തഴിഞ്ഞ അവസ്ഥയിൽ ക്ഷേത്രങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് ആരിലാണ് വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുക? ആര് രക്ഷിക്കും ക്ഷേത്രങ്ങളെ? ഈ സർക്കാർ സംവിധാനത്തിൽ നിന്ന് ക്ഷേത്രങ്ങളെ രക്ഷിക്കാൻ എന്താണ് വഴി? ഇവിടുത്തെ ഹിന്ദു സമൂഹം കണ്ണു തുറക്കണം എന്നുള്ളതാണ് ഇതിനകത്ത്. ഹിന്ദുക്കൾക്ക് മാത്രമേ അതിനകത്ത് രക്ഷിക്കാൻ സാധിക്കൂ. വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ തെരുവിൽ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി, ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി തെരുവിൽ അവരവരുടെ ശക്തി കാണിച്ചില്ല എങ്കിൽ ഭാവിയിൽ ക്ഷേത്രങ്ങൾ അസ്തമിച്ച് ഇല്ലാതെയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഉത്തരവാദികൾ മറ്റാരുമല്ല, ഹൈന്ദവ സമൂഹം തന്നെയായിരിക്കും. ഈ വിഷയത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങളുമായി കുറച്ചു നേരം സമയം പങ്കിടാനും അഭിപ്രായം പറയാനൊക്കെ കാണിച്ച സന്മനസ്സിന് നന്ദി. താങ്ക് യു. സന്തോഷം. നന്ദി.